അസ്സലാമലൈക്കും ഗായ്സ്. ഇന്ന് നമ്മളെ സുഹൃത്തായ നസീഫിൻ്റെ കല്യാണത്തിന് പോകാൻ നിൽക്കണം. ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് നേരം 12:15 11 മണിക്ക് വരുന്നു പറഞ്ഞാണ് ചെങ്ങയ. ഇതുവരെ വന്നിട്ടില്ല. ഫുള്ളി പോസ്റ്റ്. അവസാനം കുറേ നേരത്തിന് ശേഷം നീലക്കുയിൽ തുറക്കടാ, ഇത്ര നേരമായി. ഇതിലാരും നേരം വെച്ചേ അല്ലെ കുശല? അതിലാരും നേരം വെച്ചേ? ഇതിലാരും നേരം വെച്ചേ? ചെപ്പ് വരുന്നാണ്. ആ എന്താ ഒരു ചെങ്ങായിന്റെ കല്യാണത്തിന് പോകുമ്പോ ഞാൻ എന്നോട് 11 മണിക്ക് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 12 മണിക്ക് 11 മണിക്ക് നമ്മൾ ഇറങ്ങുന്നു പറഞ്ഞു. ഇപ്പൊ 11 മണിക്ക് എത്തി 12 മണിക്ക് നമ്മൾ ഇറങ്ങി. ജിന്നോട് എപ്പോഴാ പറഞ്ഞേ? ജിന്നോട് 10 മണിക്ക് ഇറങ്ങുന്നത് 11 മണിക്ക് ഇറങ്ങി. എന്താണ് ആ ചെറുക്കനെ കല്യാണം എപ്പഞ്ഞ് എല്ലാരും ഇവിടെ എത്തി. ആമിനെ കുറിച്ചിട്ട് കിട്ടിയില്ല. കുടിക്കല എന്താ വെച്ചാലേ സംഭവം എന്താ വെച്ചാല്, ഞാന് അന്ന് മറ്റേ ഇവിടുന്ന് നിലമ്പൂരിൽ നിന്ന് വരുന്ന ട്രെയിൻ ഉണ്ടല്ലോ നമ്മളെ എന്താ കൊച്ചുവേളി, ആ ട്രെയിൻ എത്തിയ ആ ട്രെയിൻ അപ്പുറത്തെ ട്രാക്കിൽ എത്തിയിട്ടില്ല. അപ്പം ഞാൻ നമ്മളെ ആപ്പിൽ നോക്കുമ്പോൾ ട്രെയിൻ ആലുവയിൽ എത്തിയ പോലെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഈ വന്ന ട്രെയിനായിരിക്കും എന്താ പറയുക നിലമ്പൂർക്കുള്ളതെന്ന് വിചാരിച്ചു. കാരണം അതിൻ്റെ മുന്നേ വരുന്ന അമൃത എക്സ്പ്രസ് നേരത്തെ വന്നു എന്നാണ് വിചാരിച്ചത്. കാരണം ഞാൻ എത്താൻ നേരത്താണ് ഈ ട്രെയിൻ വന്നത്. ഈ ട്രെയിൻ നേരത്തെ എത്തുകയും ചെയ്തു. അപ്പോൾ ആപ്പിൽ കണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഈ ട്രെയിൻ ആപ്പിൽ എത്തിയ പോലെ കണ്ട്. പിന്നെ വിളിച്ചും പറയുന്നുണ്ട് നിലമ്പൂർ ട്രെയിൻ എത്തിക്കണം എന്നുള്ള വിളിച്ചും പറയുന്നുണ്ട്. അപ്പോൾ സംഭവം അപ്പത്തെ ട്രെയിൻ എത്തിയെന്നാണ് അവർ പറഞ്ഞതായിരിക്കും. പക്ഷെ ഞാൻ ആ ട്രെയിൻ കണ്ടില്ല. അതിൽ ഞാൻ എന്ത് ചെയ്തു എന്താ ഇവർ കുറേ ആൾക്കാർ വീക്കെൻഡ് കൂടെ ആണല്ലോ, എല്ലാവരും ഓടി ഒരു ട്രെയിൻ കയറുന്നുണ്ട്. അപ്പം അതുകൂടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് നമ്മുടെ നാട്ടിലുള്ള ട്രെയിനാണ്. അമൃതയിലൊക്കെ ഒന്നും അങ്ങനെ ഓടി കയറൂലല്ലോ, നമ്മുടെ നാട്ടിൽ ട്രെയിനൊക്കെ ഓടി കയറാം. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും തെറ്റിക്കണമെന്നുണ്ട്. അപ്പം ഞാൻ മറ്റേ SLR നോക്കിയിട്ട് ഫ്രണ്ട് കയറി. എന്നിട്ട് ഇത് പ്രകാരമുണ്ട് സ്റ്റോറി. ചില്ലറ എത്തിച്ച് അതില് ചാമ്പ്യതല്ലോ. ഈ പരിപാടി മുണ്ടരുത്, ഇപ്പോഴൊന്നും പൊട്ടിച്ചെടുത്ത് 4 അടിയിൽ കിട്ടും. അത് ഇച്ചോനെ കിട്ടണം പറഞ്ഞത്. താങ്ക്സ് ഡാ. അതിലെന്നിട്ട് എന്ത് ചെയ്തു, എന്താ കയറിയിട്ട് തൃശ്ശൂർ കുറേ നേരം നിർത്തിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ മറ്റേ ട്രെയിൻ നിർത്തുന്ന പോലെ തൃശ്ശൂർ കുറേ നിർത്തി. അപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല അത് വേറെ ട്രെയിനാന്ന് മനസ്സിലായിട്ടില്ല. അതിലുണ്ട് കുറച്ച് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ നിന്നാണ് ഇത് മാറിപ്പോണത് തോന്നുന്നുണ്ട്, തിരിഞ്ഞു പോണത്. ആ അതിൽ പിന്നെ ഞാൻ നല്ല ഉറക്കം ഉറങ്ങി, നല്ല സീറ്റും കിട്ടി. അപ്പോൾ നല്ല ഉറക്കം ഉറങ്ങി ഇങ്ങനെ എണീച്ചൊക്കെ നിന്ന്. പിന്നുണ്ട് ജനറല്. പക്ഷേ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല അന്ന് കുറേ ആൾക്ക് തെറ്റിയെന്ന് തോന്നുന്നുണ്ട്. കാരണം എല്ലാവരും ഓടി കയറിക്കണേ. എന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഫാമിലി നിലമ്പൂർ. സ്റ്റോറി പോയി, ഇനി സ്റ്റോറി ഉണ്ടാക്കണ്ടായിരുന്നു. എന്നിട്ട് അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വേറെ ആളോട് ചോദിച്ച് എവിടേക്ക് ഇത് എത്താത്ത വരെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ചോദിച്ചു. ഒരു 5 മണിയായപ്പോൾ ഇത് എത്തണില്ല, പക്ഷെ ആപ്പിൽ ഷൊർണൂർ വാണിയമ്പിൽ എത്തിയ പോലെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ മൂപ്പരാറിന് പാലക്കാട് ജംഗ്ഷൻ എത്തുന്ന തൊട്ട് മുന്നിലുള്ളൊരു എന്താ സ്റ്റേഷനിലാണ് വണ്ടി നിർത്തിയത്. അതിൽ മൂപ്പരിനോട് ഒരു പാലക്കാടേക്ക് പോണ ബസ് ഉണ്ട്, അത് കയറിയാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ അപ്പുറം തന്നെ ഒരു 1-2 മിനിറ്റ് കൊണ്ട് ബസ് വന്നു. പിന്നെ അവിടെ നിന്ന് നേരെ പിന്നെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ചെയ്ത് ശരിക്കും ബ്ലോഗ് ചെയ്യാൻ മാത്രം ഉണ്ടായിന്. എന്നുവെച്ചാൽ എനിക്ക് ബസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ടൗണിക്ക് പോകണം. പാലക്കാട് സ്റ്റേഷനിൽ ഇല്ല, പാലക്കാട് സ്റ്റേഷനിൽ ഞാൻ എത്തിയിട്ടില്ല. അതിന്റെ പാലക്കാട് എത്തി, ബസ് സ്റ്റോപ്പിലെത്തി, അങ്ങാടിയിലെത്തി. സ്റ്റേഷൻ അങ്ങാടി വ്യത്യാസമല്ല. ജൈ നിക്കല ഇല്ല, പാലക്കാട് ബസ് മറ്റേ മെയിൻ സ്റ്റാൻഡിലെത്തി. എന്നിട്ട് അവിടുന്ന് ഞാൻ പാലക്കാടല്ല
ട്രെയിൻ ഇറങ്ങി പാലക്കാടല്ല, പാലക്കാടല്ല, പാലക്കാട്. എടാ പാലക്കാട് ടൗണിലല്ല, ഈ അതെങ്ങനെ ടൗണിലാണ്? ടൗണിലല്ലേ റെയിൽവേ സ്റ്റേഷൻ? മാമനം കണ്ട അഞ്ചിലെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ നിലമ്പൂരല്ലേ? ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അവിടെ ആകെ പാച്ച് പോയി. ഈ കഥ ബസ്സിൽ പിന്നെയും തുടങ്ങണം. അറിയില്ല, ഈ വീഡിയോ കാണിച്ചു കൊടുത്താൽ ഇനി ഒരു 9:10 ഞാൻ ഇവിടെ എത്തി. ഒരു 10 മണി കൂട്ടിക്കോ. എവിടെ എത്തി? പെരീക്കെത്തിനെ. പാലക്കാട് നിന്ന് ഞാൻ ഒരു പാലക്കാട് പിന്നെ ഒരു 6:10 അവിടെ നേരെ കോഴിക്കോട് പോണ ഒരു ബസ് ഉണ്ട്. അപ്പൊ അത് നേരെ മണ്ണാർക്കാട് പെരിന്തൽമണ്ണ പോകണം. അപ്പൊ മണ്ണാർക്കാട് കയറിയിട്ട് അങ്ങനെ വണ്ടൂർ വഴി കയറണേക്കാൾ നല്ലത്. അവിടുന്ന് ബസ് കുറേ നേരം ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ പെരിന്തൽമണ്ണ പോയി ഇറങ്ങി. അപ്പം തന്നെ പെരിന്തൽമണ്ണ നേരെ പെരിന്തൽമണ്ണ മഞ്ചേരിക്ക് എപ്പോഴും ബസ് ഉണ്ടല്ലോ, മഞ്ചേരിക്ക് ബസ് കയറി. അവിടെ നേരെ എടവണ്ണ ബസ് കയറി. മറ്റേ ഒരു വൈക്കട ബസ് ഉണ്ടായിരുന്നു, അതിൽ കയറി. അങ്ങനെ ഒരു 9:30 ആയപ്പോത്തിന് 9:45 ആയ നേരപ്പോ ഞാൻ എടവണ്ണ എത്തിക്കണേ. 10:15 ഞാൻ പെരിക്കെത്തി. എന്നാലും ഞാൻ നേരത്തെ എത്തിയേ. താങ്ക്സ് ഡാ. പറയട്ടെ, 10 മണിക്ക് ചെത്തി. 10 മണിക്ക് എത്തി. ഇത് മറ്റേ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടല്ലോ, മാറിക്കയറണം. എന്നിട്ട് പിന്നെ ഷൊർണൂർ മാറിക്കയറണം. ആ ട്രെയിന് കറക്റ്റ് ചെത്തി കഴിഞ്ഞാലോ ജാഗ അവിടെ എനിക്ക് 1/4 മണിക്കൂറിന്റെ ഒരു ലേഖ അവിടെ വരുന്നുള്ളൂ. അതായത് ഇവിടെ ഷൊർണൂര്. അതിന് ഇനി മാറിക്കയറി ഇവിടെ എത്തുമ്പോ തന്നെ അത് എപ്പോഴാണ് എത്തി? കറക്റ്റ് 10:30 ഇവിടെ എത്തുക നിലമ്പൂര്. അങ്ങനെ എത്ര ട്രെയിന് 10:30 എത്തുന്നത്? പാലക്കാട് പോയിട്ട് 10:30 അത് കോട്ടയം വണ്ടിയാണ്. അതിന്റെ ശേഷല്ലേ, അതിന് മുമ്പില്ല വണ്ടിയില്ലേ? അത് എത്തിനപ്പോഴാണ് 10:30 എത്തും. 10:30 വാണിയമ്പലത്ത് എത്തും. വാണിയമ്പലത്തല്ല, നിലമ്പൂർ എത്തും. പോടാ. 10:45 അത് ഏത് 10:45 എത്തുന്നത്? ഏത് 10:45 11 മണിക്കാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുന്നതല്ലേ? പോന്നേ 10:30 ഞാൻ അവിടെ എത്തി. പോകുന്നില്ല. അവസാനം രാവിലെ എല്ലാരും പറ്റിച്ചാണ്ട് ഞാന് പറയട്ടെ, ഉണ്ടാക്കില്ല. 10:30 നിലമ്പൂർ സ്റ്റേഷനിൽ ഞാൻ എത്തുന്നത്. 10:20 എന്നിട്ട് അല്ല അതാണ്. എന്നിട്ട് ആ ഇജ്ജ് പാലക്കാടൊക്കെ പോയി അവിടെയൊക്കെ ബസ്സൊക്കെ കേറി എല്ലാം കഴിഞ്ഞെത്തിയപ്പോ 10:30 എത്തുന്നത്. അഡ്വഞ്ചർ അറിയണോ? മാറിക്കേറി തരാ. ഞാനൊന്ന് സോളോ ട്രിപ്പ് അടിച്ചു, അത്രേ ഉള്ളൂ. അതങ്ങനെ കാണാനുള്ളൂ. ഇതെന്താ ഒരു വാക്ക് പാലക്കാട് പോകാൻ പറ്റൂലേ? പോയല്ലോ. എടാ പാലക്കാട് അങ്ങാടിക്ക് എത്തിയിട്ടില്ല. ഓക്കെ പോരെ. ഓക്കെ പാലക്കാട് പോയി. പാലക്കാട് ബസ് സ്റ്റോപ്പിലെത്തി, സെൻട്രൽ ബസ് സ്റ്റോപ്പിലെത്തി കഴിഞ്ഞാൽ അങ്ങാടിയിൽ എത്തില്ല. പിന്നെ ഈ പാലക്കാട് അങ്ങാടി എവിടെ? എന്ത് പ്രശ്നം എന്താണ്? പാലക്കാട് പോയോ? പാലക്കാട് പോയി. ഞാൻ സ്റ്റോറി മേക്ക് ചെയ്യല്ലേ. എപ്പത്തുന്നോ പറഞ്ഞേ? കൂടുതൽ അഭിപ്രായം എപ്പത്തുന്നോ പറഞ്ഞേ? എത്ര കാലം നേരെ കൊണ്ടോട്ടി എന്തൊക്കെയാണ് ഞാൻ ഇപ്പൊ മറ്റേ ടോവിനോ തോമസ് മറ്റേ സിനിമയിൽ ഇരിക്കണവർ ഇങ്ങനെ എത്ര കാലം അയാള് കള്ളുടിച്ചോ പിന്നെ പറയണേ, ഈ വണ്ടിയിൽ ഞാൻ മാത്രല്ല മാറിക്കരയിൽ ഇഷ്ടം പോലെ എല്ലാരും യൂണിയൻ കൂട്ടിയ തിന്നോളി നായിക്കള, തിന്നോളി തിന്നോളി. എങ്ങനെ തിന്നാതിരിക്കും? ഇത് ഞാൻ കൊള്ളു, ഇത് ഞാൻ കൊള്ളു. കോമഡി ഒന്നല്ല. ഞാൻ വിളിച്ച തലേന്ന് രാത്രി. അപ്പൊ ഞാൻ രാവിലത്തെ ട്രെയിന് പോന്നാ പോരെ, ഈ രാത്രി പോന്നാ. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്. നല്ല വ്യാഴാഴ്ച നല്ല തിരക്കുണ്ടാവും. ഇൻഡിപെൻഡൻസ്. അപ്പൊ അതിന്റെ തിരക്കുണ്ടാവൂലേ ഇതിനെ പോരെ. പക്ഷേ കൊച്ചൂർ എനിക്ക് രാവിലെ നേരത്തെ എത്തണം. മറ്റു വന്നാ 11 മണിയാവും പറഞ്ഞ് നേരെയൊക്കെ തരി. എന്നിട്ട് പോയി പാലക്കാടേക്ക്. എന്നോട് പറഞ്ഞ 10:30 എത്തിന്നാ. നീ നമ്മള് കളിയാക്കാൻ വേണ്ടി 10:30. പക്ഷെ എന്നെ വിളിച്ചത് സാധാരണ ഇങ്ങനെ ഒന്നും തെറ്റാതെ പോവാതെ നമ്മള് വാണിയമ്പലത്തേക്ക് രാവിലത്തെ 6:00 ട്രെയിന് മാറി കയറി കഴിഞ്ഞ് അങ്ങനെ വരുമ്പോ 10:20 നിലമ്പൂർ. പറയട്ടെ, 10:20 നിലമ്പൂർ എത്തുന്നതാണ്. വാണിയമ്പലത്ത് അത് എപ്പോ എത്തുന്നുണ്ട്? 10 മണിക്ക് എത്തുന്നുണ്ട്.
10:30 വരെക്കെത്താം. ഞാൻ എന്റെ വരെക്കത്തിന് കാര്യം പറഞ്ഞേ 11 മണി. ഇവന്റെ വരെക്ക് 10:30 10:30 ഞാനൊരു 10:30 എത്തിയില്ലേ. ഇവനെങ്ങനെ പാലക്കാട് പോയി എത്തി അവിടെ മാറി ഇതാക്കിട്ട് എങ്ങനെ 10:30 എത്തി വിശ്വസിച്ചോ? ഇല്ല, അതല്ല എനിക്കെപ്പോഴാ വിളിയെന്നറിയെങ്കിൽ വൈകുന്നേരം 3 മണിക്ക്. 3 മണിക്ക് വിളിയുന്നേ. സംഗതി ട്രെയിൻ മാറി കയറി 9:00 വന്നിട്ട് രാവിലെ ഓണന്തോ 9:00 ബാംഗ്ലൂരെത്തിയൊക്കെ ഞമ്മോടെ പാലക്കാട്. എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഞമ്മള് കളിയാക്കി വിചാരിച്ചിട്ട് പാലക്കാട് പൊതുക്കോ ബാംഗ്ലൂർ എത്തിയൊരു സംഭവം. ആയിക്കോട്ടെ, തിന്നോളി എല്ലാരും. കാര്യം പറയല്ലത്, കാര്യം പറഞ്ഞോട്ട് ചൂടാണത്. ഞാൻ നിങ്ങൾക്കൊരു സ്റ്റോറി തന്നല്ലേ, നിങ്ങൾ എൻജോയ് ചെയ്യട്ടെ. എൻജോയ് ഇല്ല, പറഞ്ഞു കുറച്ചൊക്കെ നന്ദം പറ്റി. 10:30 എത്തി. താങ്ക്സ് ഡാ. നോക്ക് അതിപ്പോ ഒറ്റ ബസ്സിലൊന്നല്ല പോന്നേ, 3-4 ബസ് മാറി കയറിട്ട് കാരണം ഇത് കിട്ടും വേണ്ടേ. ചേട്ടണ്ടൊക്കെ ഇട്ടോ കാറിൽ 2 മണിക്കൂർ കണ്ടോ, 2 മണി 5 മണിക്ക് കാറില് ബസ് 3 ബസ് മാറി കയറി പോകുന്നത്. ഒരു ബസ് ഒരു ബസ് ഇറങ്ങി അപ്പൊ തന്നെ ഒരു പോലെ ബസ് നിൽക്കുന്നില്ലല്ലോ, ഇത് കാത്തിക്കണ്ടേ. 2 മിനിറ്റ് ഉണ്ട്. 3 മണിക്കൂർ കൂട്ടി വെക്കാ. ഒരു മിനിറ്റ് ഞാൻ അടുത്ത കാര്യം എന്താ, ആ ട്രെയിൻ മാറി കയറിയ ട്രെയിനില്ല, അത് പാലക്കാട് എത്ര മണിക്ക് എത്തണം? അതല്ല മാപ്പിട്ടുള്ള വർഷം എത്ര കിലോമീറ്റർ നമ്മൾ 1:45 അങ്ങോട്ട് എത്തും. 1:45 അപ്പൊ നിങ്ങൾ നേരത്തെ ഞാൻ ചോറ് ഉണ്ടാക്കാൻ പറയും മനോട് പ്രത്യേകിച്ച്. ചർച്ച അവിടെ പോകേണ്ട ഉണ്ടാവും, നമ്മള് കഴിച്ചു പോലല്ലേ. ആകെ ഉണ്ടാവും. നമ്മോട് വരാൻ പറഞ്ഞല്ലേ, ഇല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാക്കും. പിന്നെ ഞാൻ ഇല്ല, അവിടുന്ന് കയറില്ല. ഒപ്പം കഴിക്കണോ കണ്ടുപിടിച്ചാ. അങ്ങനെ ആക്കാം. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, അവിടെ ഉണ്ടാക്കിണ്ടാവട്ടെ, വെറുതെ തമാശയല്ല. നമ്മോട് രാവിലെ നസീഫിനെ വിളിച്ചേ, ഫുഡ് ഉണ്ടാവും. അവിടെ ചിക്കൻ കറിയാണോ ബീഫാണോ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പൊ അത്രേ ഉള്ളൂ. ഉണ്ടാക്കില്ല, പ്രശ്നമില്ല. പിന്നെന്താ, ഇല്ലേ അവിടെ കയറി കഴിക്കാനാണോ? വിളിച്ചോട്ടെ, അങ്ങനെ വിളിച്ചല്ല, കാര്യമായിട്ട് പറ കുതിര. നല്ല പൈച്ചുണ്ട്, നല്ല പൈച്ചുണ്ട്. ഇല്ലെങ്കിൽ ഇവിടുന്ന് തിന്നു പോകാൻ ഒരു കല്യാണ പേരിക്കൊരു ചോറില്ലാതെ ഞാൻ ചോറുണ്ടാക്കുന്നേ. എന്താണ് ഇപ്പൊ ഇങ്ങനെ? എന്തെങ്കിലും കുഴപ്പമില്ല, എന്റെ പറ്റിയുള്ള ഏതെങ്കിലും ഹോട്ടൽ പറയും, അവിടെ കയറാ. ഇതാകെ നഷ്ടമല്ലേ നമുക്കിതില്. ഓ രാത്രി ബിരിയാണി ഞങ്ങളെ കുട്ടിക്കണേ. ഞാൻ ആമന്റെ കുടിക്കണ പോവാ. ആമറിന് ആദ്യം അറിയാം അത് ചോറിട്ടാത്ത പരിപാടിയാണ്. അതുകൊണ്ട് ഓ വന്നിട്ടില്ല. ഓ മുന്നിൽ കണ്ടു. തങ്ങളുടെ അല്ലപ്പത്തെ കേട്ട. ഇനിയിപ്പോ സുൽത്താനെ കാണാൻ നമുക്കൊപ്പം കഴിക്കാം. ചാമ്പി ഇപ്പൊ വീട് ചാമ്പിയില്ലേ? പോട്ടറാ, വീണുടഞ്ഞു. എന്താ കാട്ടി മീശ തിരിച്ച നോട്ടെ. ബീഫാക്കല്ലേ? അൽഹംദുലില്ലാ എത്തി. ഇത് ചൂടാവല്ലേ?
എത്തി അവിടെ എത്തി. ഓനൊരു കുടിരിക്കലും കഴിഞ്ഞു ഒക്കെ ഓനെത്തി. സുൽത്താൻ പണിക്കറി റേഞ്ച് ബന്ധം കേട്ടോ ആമിറ്. ഇത് കറക്റ്റ് ടൈമാണല്ലോ ആമിറ. ആമിറ ഇത് കറക്റ്റ് ടൈമാണല്ലോ. വ്ളോഗല്ലേ ഇങ്ങനെ ഇങ്ങനല്ല ഇങ്ങനല്ല ഇങ്ങനെ പിടിച്ച ഇതാ തുടങ്ങി. നമ്മള് സ്റ്റാർട്ടിങ് മൊത്തം തുടങ്ങിയേ. ഇന്ന് കല്യാണം ഫുള്ള് നമ്മൾ വ്ളോഗ് ചെയ്യും. ഇനി ഫുള്ള് ഫാൻസാ. ആമിറിന്റെ ഫാൻസ്, അർഷദിന്റെ ഫാൻസ്. പക്ഷെ സജുക്കാർ ഫാൻസ് കൂടാൻ ചാൻസ്. ചെക്കൻ അമര കണ്ടുപിടിക്കിട്ടത്. ഓക്കെ, എങ്ങനെയാണ് പോവാ? എന്നിട്ടേ പോവുള്ളൂ. ഒന്നും പറയില്ല. ഏതാണ് ഇതാ നസീബ്? അപ്പൊ നസീബിനെ അറിയാ? നസീബിനെ അറിയാ? ഇതോ നോക്കിയാ ഇവർക്ക് പെണ്ണിട്ടാണുള്ളൂ. ഇതെന്തിനാ അതിന്റെ ഇടയിൽ പോയിക്കണേ? അഞ്ച് എന്റെ ഫോട്ടോ എടുത്തോട്ടാ. ഇവൻ ചാമ്പൂട്ടോ. ഇവൻ ചാമ്പു. സുൽത്താന, എന്ത് തോന്നുന്നു എനിക്ക് പരിപാടിയെ പറ്റി? ഹെവി റിച്ചാ? എന്ത് എല്ലായിടത്തുനിന്ന് കരയണേ അഞ്ചലേ? ഞാനും പറയാം. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ചിരിച്ചിട്ട് ഒന്നുകൂടെ അടുത്ത് ബ്രൈഡ് ലുക്ക് ബ്രൈഡ് ലുക്ക്. അങ്ങനെ പിടിച്ചു അല്ല, നീ കൈ അടിയിൽ അങ്ങനെ തന്നെ സെയിം. നീ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. അവിടെ അങ്ങനെ തന്നെ. നൈസ്. ഓക്കെ, ഇവിടെ വെച്ച് രണ്ടുപേരും ചിരിച്ചിട്ടോ. ഹോൾഡ് ഓൺ മാറരുതേ. ബ്രൈഡില്ലേ ലുക്ക് ഈ സൈഡ് കൊടുത്തേ. ആ ഓക്കെ. ബ്രൈഡ് ലുക്ക് ആ സൈഡ് കൊടുത്താൽ മതി. അല്ല, ബോഡി ഇങ്ങോട്ടൊന്ന് തിരിച്ചു സ്ട്രൈറ്റ് ആക്കിയോ. കൈ അങ്ങനെ തന്നെ വെച്ചോ. സെയിം ബ്രൈഡ് ലുക്ക് ആ സൈഡ് കൊടുത്തേ. ബ്രോ ഒന്ന് ബ്രൈഡ് നോക്കിയോ. അതെ അങ്ങനെ ഓർഡർ മാറ്റാം. ഒന്ന് ഫേസ് യൂസ് ഒക്കെ കഴിഞ്ഞു. ഫോട്ടോ കഴിഞ്ഞു. ഫേസ് യൂസ് ഒക്കെ ഒറ്റ സെക്കൻഡ് നോക്കിയാൽ മതി. കാണാനായിരുന്നു. ഒറ്റ സെക്കൻഡ് നോക്കിയാ. നൈസ്. ഓക്കെ, ജസ്റ്റ് കഴിച്ച് നടന്നോ. വേറൊരുത്തന്റെ കല്യാണം കൂടാൻ വന്നാണ്ട് ഓന്റെ കല്യാണത്തിനുള്ള ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. എന്ത് സജാതെ പഠിച്ച് ജോണിങ്ങനെ പുകിൽമ കേട്ടില്ലേ? ഫ്രീ ആയിട്ട് ബോഡി ഗാർഡ് റെന്റ് എത്രയാ? സുലോ റെന്റ് എത്രയാ?
അങ്ങനെ പുതിയാപ്പിള കയറി വെള്ളം കുടിച്ചാലേ പുതിയാപ്പിളിന്റെ മക്ക കൈ പിടിച്ചു ഓന്റെ കല്യാണത്തിന് ഇപ്പൊ തന്നെ റിഹേഴ്സൽ ഇതിന് മുന്നേ പൂവും കൊണ്ട് റിഹേഴ്സൽ നടക്കണം അവരെ അവന്റെ അടുത്തില്ലല്ലോ. ഓനെ വിളിച്ചേ റൂമിന്റെ താക്കോലിന്റെ ചോദിക്കാൻ പിന്നെ അശ്വിനി പോട്ടിനോട് എടുത്തിട്ടുണ്ടോ കല്യാണ പേര് പോയാല് എന്താ ബൊക്കാട്ടിയ അപ്പൊ ബൊക്കെടുത്താ ഇജെന്തിനീ വാങ്ങിച്ചു എന്തൊരു പൂതിന്റെ ഓനെ കൊടുക്കണം അതിന് കൊടുത്തല കേട്ടോ കൊടുത്തല എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം കൊടുക്കുക എനിക്ക് ആഗ്രഹം വെച്ച് കൊടുത്തോ കുഴപ്പമില്ല തന്ത 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 കൂട്ടത്തിലെ തന്ത തന്ത ഒന്ന് തന്ത രണ്ട് ഇല്ല ഞാൻ ചേച്ചി പിടിച്ചു ഞാൻ ടെൻഷൻ ആവണ്ട റിഹേഴ്സലാണ് ഏകദേശം പഠിച്ചോ نحمده ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا എൻ്റെ മകൻ പത്മാനജയെ അങ്ങനെ എടുക്കല്ലേ ഒന്ന് നടാ ഞാൻ ഒരു ബദാമോ രണ്ടി പേർക്ക് കൊടുത്തു ഇതൊന്നും പാലിച്ചിട്ടില്ല ഇതൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ നമ്മള് ഇതൊന്നും പാലിച്ചിട്ടില്ല. അല്ല ഇവിടെ തന്നെ പാളിക്കണം എവിടെ അറിയോ നിക്കാനും നീയത്തിക്കണമെന്നല്ല അല്ല അല്ല ഇതന്നെ പാളിക്കണം നിക്കാനും മുമ്പ് നിയമം പഴയ അല്ലേ എന്നാ പ്രശ്നമില്ല അത് പോയി ആര് മേലായാലും ഇത് പാലിക്കണ്ടല്ലേ ലെഗ് പീസ് എന്താ ചാർജ് തന്നിട്ടില്ല ചെസ് പീസില്ല ചെസ് പീസ് കൊടുക്കും ഓന് ലെഗ് കഴിക്കല്ല ചോദിച്ചോ എന്റെ പോട്ടിന് പോട്ട് അശ്വിൻ എടുക്കണ്ടാണ് പ്രീ വർക്കൗട്ട് എടുത്തോ പ്രീ വർക്കൗട്ട് എടുത്തോ ടെൻഷൻ ആവില്ലേ ഞാൻ അവിടെ പോയി കൊണ്ടേ കൊട്ടവണ്ടി ആ കൊട്ടവണ്ടി പെണ്ണിനെ കൊണ്ടുവരുന്ന വണ്ടി അത് ചിലപ്പോ ഉറപ്പല്ലേ അതിനൊരു മാറ്റം ഉണ്ടാവില്ല വണ്ടി കൊണ്ടുവന്നിരിക്കോ ആ വണ്ടി തങ്ങന്മാരെ ബ്ലാക്ക് ലിസ്റ്റ് കയറിട്ടോ അതിലിറക്കും ഒരു ഫോട്ടോ എടുക്കാം ഒരു ഫോട്ടോ എടുക്കാം വേറൊരുത്തന്റെ കല്യാണത്തിൽ വന്നാണ്ട് 24 മണിക്കൂർ ഫോട്ടോ എടുക്കാൻ കിട്ടിയോ കിട്ടിക്ക
എനിക്ക് ടെൻഷൻ ഉണ്ടല്ലേ? ഉറപ്പാ? കേട്ടാ സനുവ് പോലെ ഒരു പരിപാടിക്ക് വന്നിട്ട് ഹർഷൻ നിനക്ക് പറ്റി ഉറക്കം വരുന്നല്ലോ അതല്ല തൂങ്ങിച്ചാവാനൊക്കെ നിൽക്കണേ മനസ്സിലാക്കാൻ പ്രശ്നം അതന്നെ ഞാൻ പറഞ്ഞത് എന്ത് പ്രശ്നം തീർക്കാം. ഞങ്ങൾ പ്ലേറ്റ് പറയൂ. സജ്ജന്റെ പരിപാടി നമ്മള് ഗംഭീരാക്കി അല്ലേ? ഗംഭീരാക്കി പരിപാടി ഇപ്പോ ആയിട്ടുണ്ട്. സെറ്റാക്കി. സജ്ജന്റെ പരിപാടി സെറ്റാക്കിയില്ലേ? സെറ്റാക്കി. കത്തം കത്തം. ഇനി അടുത്ത പരിപാടിക്ക് ഇനി അടുത്ത ആമിറിന്റെ പരിപാടി ഒക്ടോബർ 2 പാർട്ട് 2 ഒക്ടോബർ 4 കാണിച്ചു. ഒക്ടോബർ 4 അടുത്തതായി ഹാജരാകാൻ പോകുന്നു. വെളിച്ചത്തിന് ഒക്ടോബർ 2 സെക്കൻഡ്, ഒക്ടോബർ 4 സെക്കൻഡ് 2026. പെണ്ണ് കെട്ടിയോ 2026. ഇത് ഇവരൊക്കെ പോയി വിളിച്ചോ? എങ്ങനെ എന്റെ കല്യാണത്തിന് 38 ദിവസം 38 ദിവസം 4 മണിക്കൂർ മിനിറ്റ് 51 സെക്കൻഡ്. ഇതാണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അവന്റെ എല്ലാ സ്കില്ലും യൂസ് ചെയ്ത് എത്ര ദിവസമുള്ളൂ കേട്ടോ.